ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഇറഗുലർ പീരിയഡ്സ് ഉള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറഗുലാരിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഓവുലേഷൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവുലേഷൻ ഇല്ലാത്ത ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഓവുലേഷൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണല്ലേ. അപ്പോൾ നമുക്ക് ഓവുലേഷൻ കണ്ടെത്താനായിട്ടുള്ള വിവിധ തരത്തിലുള്ള മാർഗ്ഗങ്ങളും അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. സാധാരണഗതിയിൽ കറക്റ്റായിട്ടുള്ള ഒരു പീരീഡ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഓവുലേഷൻ വരുന്നത് പീരീഡായി 14 മുതൽ 16 ദിവസത്തിനുള്ളിലായിരിക്കുള്ളൂ നമുക്ക് ഓവുലേഷൻ കാണുക. എങ്കിൽ പീരീഡ് കറക്റ്റ് അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷനും കറക്റ്റ് ആവില്ല, അതും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ പല പല രീതിയിൽ നമുക്ക് ഓവുലേഷൻ തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ. പക്ഷെ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ ഓവുലേഷൻ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ബേസൽ ബോഡി ടെമ്പറേച്ചറാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു തെർമോമീറ്ററാണ്. ഈ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ അളക്കുകയാണ്. നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പായിട്ട് ഒരു വെള്ളം പോലും കുടിക്കാതെ വേണം നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ അളക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ അളക്കുമ്പോൾ നമുക്ക് ഓവുലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഓവുലേഷൻ നടക്കുകയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതിലൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു AC റൂമിലാണ് കിടക്കുന്നതെങ്കിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ താപനിലയിൽ വരുന്ന മാറ്റവും എല്ലാം ഇതിനെ സ്വാധീനിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വല്ല പനിയൊക്കെ ഉണ്ടെങ്കിലും അതും ഈ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അളക്കുന്നതിനെ ഒരുപാട് സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്യുറേറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ബേസൽ ബോഡി ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇത് ഒരു 100% ആക്യുറേറ്റ് അല്ലെങ്കിലും ഒരു 75% ആക്യുറേറ്റ് ആണെന്നും നമുക്ക് പറയാം കേട്ടോ. ഈ പറയും പോലെ തന്നെ AC റൂമിൽ നമ്മൾ കിടക്കുന്നില്ല എങ്കിൽ, നമുക്ക് വേറെ പനിയൊന്നുമില്ല, അന്തരീക്ഷത്തിലെ താപനിലയിൽ വ്യത്യാസമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ആക്യുറേറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ മാർഗം, ബേസൽ ബോഡി ടെമ്പറേച്ചർ. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് സെർവൈക്കൽ മ്യൂക്കസ് അസസ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവിക്സിൽ നിന്നും വരുന്ന ഫ്ലൂയിഡ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ സെർവിക്സിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡിനെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓവുലേഷൻ ഉണ്ടോ എന്ന് അറിയുന്നത്. പക്ഷേ ഇതും 100% ആക്യുറേറ്റ് ആണെന്ന് പറയാനായിട്ട് സാധ്യമല്ല. നമുക്ക് വരുന്ന ഹോർമോൺ വ്യത്യാസങ്ങളനുസരിച്ച് ഇതിലും വ്യത്യാസം വന്നേക്കാം. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓവുലേഷൻ കിറ്റാണ്. അപ്പോൾ ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓവുലേഷൻ അളക്കാവുന്നതാണ്. പക്ഷേ അതും എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് അല്ല നമ്മൾ അളക്കുന്നതെങ്കിൽ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധ്യമല്ല. ഇനി ഫോളിക്യുലർ സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫോളിക്യുലർ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മെൻസസ് കഴിഞ്ഞ് 9 ദിവസം മുതൽ ഓരോ ദിവസം ഇടവിട്ട് സ്കാൻ ചെയ്തിട്ട് ഫോളിക്യുലുകളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഫോളിക്യുലർ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ആശുപത്രിയിൽ ചെല്ലേണ്ടി വരും. നമ്മൾ 9 ദിവസം കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഇടവിട്ട് സ്കാൻ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ആക്യുറേറ്റ് ആയിരിക്കും മിക്കവാറും. പിന്നെ ചില സമയത്താണെങ്കിലും ഇഞ്ചക്ഷനിലൂടെ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ഓവുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ഒരവസ്ഥ കൂടെ ഈ ഒരു സ്റ്റഡിയിലൂടെ നമ്മളിങ്ങനെ ഓവുലേഷൻ കണ്ടെത്തുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവുലേഷൻ കണ്ടെത്തുന്ന പല രീതികൾ. അതിലൊന്നും കൂടെ പറയാം. ആദ്യത്തേതെന്ന് പറയുന്നത് ബേസൽ ബോഡി ടെമ്പറേച്ചറാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ കിറ്റാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് സെർവൈക്കൽ മ്യൂക്കസ് അസസ്മെൻ്റ് ആണ്. നാലാമത്തേതെന്ന് പറയുന്നത് ഫോളിക്യുലർ സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഫോളിക്യുലർ സ്റ്റഡിയിലൂടെയാണ്. നിങ്ങൾക്ക് പലതവണ സ്കാൻ ചെയ്താലും കറക്റ്റ് എപ്പോഴാണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരുമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് ഫോളിക്കുലർ സ്റ്റഡി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ ഓരോന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷനാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ മെൻസസ് പീരീഡ് റെഗുലർ അല്ലാത്ത കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അത് ഉപകാരത്തിൽപ്പെടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നൊരു കാര്യം, ഈ ഒരു രീതിയിലൊന്നും ഞാൻ ഓവുലേഷൻ ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളതുകൂടെ ചാനൽ വഴി ഷെയർ ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.